ഹലോ എവ്രി വൺ. ഉള്ളിത്തീയൽ ഇതെല്ലാ മലയാളികൾക്കും പരിചയമുള്ളൊരു കേരള ഡിഷാണ്. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുകയും ചെയ്യാറുള്ള കേരള വിഭവമാണ്. ഇത് തേങ്ങ വറുത്തരച്ച് ചേർത്തും തേങ്ങ വറുത്തരച്ച് ചേർക്കാതെയും ഉണ്ടാക്കാം. ഇവിടെ തേങ്ങ വറുത്തരച്ച് ചേർക്കാതെ ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ആഷ് വ്ലോഗ്സിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഉള്ളിത്തീയൽ പേരിൽ തന്നെയുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 2 സവാള തൊലി കളഞ്ഞത് കഴുകിയെടുത്തതാണ്, 3 പച്ചമുളക്. ഇത് ചെറിയുള്ളി വെച്ചും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയും ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. ഇനി ഇതിനാവശ്യമായ പൊടികൾ ഏതൊക്കെയെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായം വളരെ കുറച്ച് മതി. പിന്നെ ഒരു ചെറിയ ബോൾ വലിപ്പത്തിൽ പുളി, അത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം അത് പിഴിഞ്ഞെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ഗ്ലാസ് വെള്ളം, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് താളിക്കാൻ ആവശ്യമായ കടുകും 2 വറ്റൽമുളകും. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉള്ളിയും പച്ചമുളകുമാണ്. ഇവിടെ ഞാൻ സവാള നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഇവിടെ ഞാൻ കീറിയാണ് ഇട്ടിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ബ്രൗൺ നിറത്തിൽ ഉള്ളി വഴഞ്ഞ് കിട്ടണം, എന്നെങ്കിൽ മാത്രമേ ഉള്ളിത്തീയലിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് ഉള്ളി നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് കാണാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. ഇവിടെ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്, ഈ നിറത്തിൽ ആവണം. ഇനി ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ചിരുന്ന പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും പുളിയുടെ തോടോ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കറിയിൽ വീരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മൾ 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടിയാണ്. അത് ഞാൻ 2.5 ടേബിൾ സ്പൂണിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കായം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, ആ കായം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. കായം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു, ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഓൾറെഡി ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്തതാണ്. ഇനി ഇവിടെ ഞാൻ മല്ലിപ്പൊടിയും കൂടെ ബാക്കിയുണ്ടായിരുന്ന മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഒരു 10 മിനിറ്റിനുള്ളിൽ അതായത് നന്നായി കുറുകി വരും, എന്നെങ്കിൽ മാത്രമേ ഉള്ളിത്തീയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെ ഏകദേശം ഒരു 10 മിനിറ്റായി. ഈ ഉള്ളിത്തീയൽ നന്നായി കുറുകി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് താളിക്കുക എന്നുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാകത്തിന് ഉള്ളിത്തീയൽ കുറുകി റെഡിയാവണം. അപ്പോൾ ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കടുക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എണ്ണ നന്നായി ചൂടായതിന് ശേഷമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 എണ്ണം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വറ്റൽമുളക്, ആ 2 എണ്ണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തു.
ഇനി നമുക്ക് കറിവേപ്പിലയാണ് ആഡ് ചെയ്യാനുള്ളത്. ആ കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഉള്ളിത്തീയൽ ഇതാ ഈ ഒരു പാകത്തിന് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ. താങ്ക് യു. വിൽ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.